വചനം ഏറ്റെടുത്താൽ സ്വയം സ്നേഹിക്കും, കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും, കർത്താവിൻ്റെ കൃപ പെരുകും, കർത്താവിൻ്റെ സാന്നിധ്യം പെരുകും. സ്വയം നശിപ്പിക്കരുത്, സ്വയം സ്നേഹിക്കണം. വചനത്തിൻ്റെ വെളിച്ചം ഉള്ളിലിറങ്ങണം. ദൈവം തന്ന ജീവനെ എടുക്കുവാൻ നമുക്ക് അധികാരമില്ല. എങ്ങനെ സ്നേഹിക്കണം? നിന്നെ പോലെ സ്നേഹിക്കണം. നിന്നെ എങ്ങനെ സ്നേഹിക്കണം? ദൈവത്തെക്കാൾ സ്നേഹിക്കരുത്, പക്ഷെ സ്നേഹിക്കണം. ഏറ്റവും അധികം ആരെ സ്നേഹിക്കണം? 1-ാം കൽപ്പനയിൽ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. അതിൽ കുറവായി നമ്മെ സ്നേഹിക്കണം. ദൈവത്തെക്കാൾ ഉപരി നമ്മെ സ്നേഹിക്കരുത്, ദൈവത്തെക്കാൾ ഉപരി നമുക്കുള്ളതിനെ സ്നേഹിക്കരുത്, ദൈവത്തെക്കാൾ ഉപരി മറ്റുള്ളതിനെ സ്നേഹിക്കരുത്. ഏറ്റവും അധികം ദൈവത്തെ സ്നേഹിക്കണം, അതിനുശേഷം നമ്മെ സ്നേഹിക്കണം. നമ്മെ സ്നേഹിച്ചിട്ട് അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇതാണ് കർത്താവ് പഠിപ്പിച്ചു തരുന്ന സ്നേഹത്തിൻ്റെ കൽപ്പന. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? അത് സ്നേഹത്തെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാണ്? ദൈവത്തിനാണ്. അതിനുശേഷം സ്നേഹം ആർക്കാണ്? നമുക്കാണ്. നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇതാണ് കർത്താവ് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നേഹം നമ്മിൽ ഉണ്ടാകണം, ഇല്ലാതെ പോകാൻ പാടില്ല, ഉണ്ടാകണം. ഏതളവിൽ വേണം? അതിൻ്റെ പ്രയോറിറ്റി, അതിൻ്റെ മുൻഗണനാ സ്ഥാനം എവിടെ കൂടുതൽ വേണം, എവിടെ കുറച്ച് വേണം, ഏതളവിൽ വേണം? വചനം നമ്മെ കറക്റ്റ് ചെയ്യുകയാണ്.